നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന പാതയുടെ നവീകരണ പ്രവർത്തനത്തിനായി പാറേമ്പാടത്ത് സൂക്ഷിച്ച ഇരുമ്പ് കമ്പികൾ മോഷ്ടിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശികളായ 27 വയസ്സുള്ള അത്താർ ഷേഖ്, 26 വയസ്സുള്ള സൈനുൽ ഹക്ക് എന്നിവരാണ് അറസ്റ്റിലായത്. പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന EKK കമ്പനിയുടെ കമ്പികളാണ് മോഷണം പോയത്. തിങ്കളാഴ്ച പുലർച്ചെ 6:30യോടെ പാറേമ്പാടത്തെ പാതയോരത്ത് കൂട്ടിയിട്ടിരുന്ന 12 mm കനവും 1 മീറ്റർ നീളവുമുള്ള 250ഓളം കമ്പികളാണ് മോഷണം പോയത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മോഷണം നടത്തിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. 2 പേർ വാഹനത്തിൽ ഇരുമ്പ് കമ്പികൾ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ട പ്രദേശവാസി കമ്പനി അധികൃതരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനായ അനിൽകുമാർ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേഖലയിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കടവല്ലൂർ അന്യോന്യത്തിന്റെ 1-ാം ദിവസമായ തിങ്കളാഴ്ച തിരുനാവായ യോഗം നന്നായി ചൊല്ലിയപ്പോൾ തൃശൂർ യോഗത്തിന് പിഴച്ചു. മുമ്പിലിരിക്കൽ നടത്തിയ തൃശൂർ യോഗത്തിലെ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി 1-ാം അഷ്ടകം 7-ാം അധ്യായം 20-ാം വർഗത്തിലെ ചന്ദ്രമ എന്നു തുടങ്ങി 10 റിക്കുകൾ ചൊല്ലുന്നതിനിടയിൽ ആദത എന്നതിന് പകരം ആഹിത എന്ന് തെറ്റായി ചൊല്ലി. ഒറവങ്കര ദാമോദരൻ നമ്പൂതിരി, വടക്കുംപാട് പശുപതി നമ്പൂതിരി എന്നിവർ കൈകാണിച്ചു. 2-ാം വാരം ഇരുന്ന തിരുനാവായ യോഗത്തിലെ മണ്ണൂർ ബിനോദ് നമ്പൂതിരി 1-ാം അഷ്ടകം 5-ാം അധ്യായം 21-ാം വർഗത്തിലെ ഉപപറയന്തോ എന്ന് തുടങ്ങി 10 റിക്കുകൾ നന്നായി ചൊല്ലി. നാറാസ് ഇട്ടിരവി നമ്പൂതിരി, നാറാസ് അഗ്നിശർമ്മൻ നമ്പൂതിരി എന്നിവർ കൈകാണിച്ചു സഹായിച്ചു. തൃശൂർ യോഗത്തിലെ യദുകൃഷ്ണൻ, കുത്തുള്ളി ശ്രീകേശവ് എന്നിവർ ജട പ്രയോഗിച്ചു. വിശ്വാസങ്ങൾക്കൊപ്പം കേരളീയ ചിത്രകലയുടെ ആഴവും പരപ്പും വിളിച്ചോതുന്നതാണ് കളമെഴുത്ത്. ചിത്രകലയുടെ ആദ്യ പതിപ്പായി കരുതുന്ന കളമെഴുത്തും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പാട്ടും വേലൂർ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആരംഭിച്ചു. ഗ്രാമത്തിൻ്റെ ഗർഭഗൃഹമെന്നറിയപ്പെടുന്ന കാളികാവുകളിൽ നടത്തിവരുന്ന ഒരു അനുഷ്ഠാന ചടങ്ങാണ് കളമെഴുത്തുപാട്ട്. ദേവീസന്നിധിയിലെ കളമെഴുത്തിന് നൂറ്റാണ്ടുകളുടെ പഴമയാണുള്ളത്. വിശ്വാസത്തിൻ്റെയും കലയുടെയും 2 തലങ്ങളാണ് ഇതിൽ കാണുക. ചിത്രമെഴുതുന്ന ആൾ ഒരേ സമയം ചിത്രകാരനും പൂജാരിയുമായുള്ള പകർന്നാട്ടവും ഈ കലയുടെ മാത്രം പ്രത്യേകതയാണ്. കളമെഴുത്തിൻ്റെ ആത്മാവ് ചിത്രകാരൻ്റെ കൈകളാൽ പ്രകൃതിദത്ത വർണ്ണപ്പൊടികൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവൻ തുടിക്കുന്ന ചിത്രത്തിലാണ് കുടികൊള്ളുന്നത്. ഉമിക്കരി ഉപയോഗിച്ച് രൂപരേഖ തയ്യാറാക്കുന്ന കളത്തിൽ ചുവപ്പ്, മഞ്ഞ, വെളുപ്പ്, പച്ച എന്നീ 4 വർണ്ണങ്ങൾ കൂടി കലർന്നാണ് വർണ്ണക്കാഴ്ചയൊരുക്കുന്നത്. വെളുപ്പിന് അരിപ്പൊടിയും മഞ്ഞ നിറത്തിന് മഞ്ഞൾപ്പൊടിയും ഇതിൽ തന്നെ ചുണ്ണാമ്പ് ചേർത്താണ് ചുവപ്പ് നിറവും ഉണ്ടാക്കുന്നത്. പശ്ചാത്തലമായി ഉപയോഗിക്കുന്ന പച്ചനിറത്തിന് വാഗ, കൂവളം, ഇത്തിൾ, പെരുമരം എന്നിവയുടെ ഇലകളാണ് പതിവായി ഉപയോഗിക്കുന്നത്. രൂപരേഖയിട്ടു കഴിഞ്ഞാൽ കളത്തിൻ്റെ മധ്യഭാഗം കഴിഞ്ഞ് പാദം, പിന്നീട് ശീർഷം എന്നിങ്ങനെയാണ് വരയുടെ ഘട്ടങ്ങൾ. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്ന ദേവിയുടെ ആയുധങ്ങളേന്തിയ രൂപം തിന്മകൾക്കും ദുഷ്ടശക്തികൾക്കുമെതിരെയുള്ള കലാവിഷ്കാരം കൂടിയാണ്. ഒരു ദേശത്തിൻ്റെ വിശപ്പും ദുരിതങ്ങളും മാറ്റുവാൻ കഴിവുള്ള ശക്തിസ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹാശിസുകളാണ് കളമായ്ക്കൽ ഉൾപ്പെടെയുള്ള നിരവധി ചടങ്ങുകളിലൂടെ കാവുകളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത്. 9 ദിവസങ്ങളിലായാണ് മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട് നടക്കുന്നത്. പൈങ്കുളം സജീവ് കുറുപ്പ് കളമെഴുത്തുപാട്ടിനും ക്ഷേത്രമേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി ക്ഷേത്ര ചടങ്ങുകൾക്കും കാർമ്മികനാകുന്നു. അവസാന ദിവസം താലപ്പൊലിയോടെയാണ് കളമെഴുത്തുപാട്ടിന് സമാപനമാവുക. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, ഭരണസമിതി, മാതൃസംഘം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് 9 ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന കളമെഴുത്തുപാട്ട് നടക്കുന്നത്. ഗുരുവായൂരിൽ ഏകാദശി മണ്ഡലകാലത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ ഫസ്റ്റ് എയ്ഡ് ബൂത്ത് തുടങ്ങി. കിഴക്കേനടയിൽ നഗരസഭയുടെ കാര്യാലയത്തിന് സമീപമാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രഥമ ചികിത്സാ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായാൽ ഉടനടി ഫസ്റ്റ് എയ്ഡ് ബൂത്തിലേക്ക് എത്തിച്ചേരാം. ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധനകൾക്കായുള്ള സൗകര്യവും അത്യാഹിത ഘട്ടത്തിൽ ആംബുലൻസ് സൗകര്യവുമുണ്ട്. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ദേശീയ അപസ്മാര ദിനം ആചരിച്ചു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുഖ്യാതിഥിയായ ആത്രേയ ആശുപത്രി ന്യൂറോളജി വിഭാഗം മേധാവി
ഡോക്ടർ വി ടി ഹരിദാസ് അപസ്മാര രോഗത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു. ആശുപത്രി ട്രഷറർ മോൺസി എബ്രഹാം, ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സാബു ജോർജ്, ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സാബു മാത്യൂസ്, ഡോക്ടർ ക്ലിൻസ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ലിയ, ഡോക്ടർ ആശിഷ് എന്നിവരും പങ്കെടുത്തു. ആശുപത്രിയിലെ ഡോക്ടർമാർ, ജീവനക്കാർ, നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അപസ്മാര അവബോധനത്തെക്കുറിച്ചുള്ള ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,335 രൂപ, പവന് 90,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 163 രൂപ. ചർമ്മം. പെരുമ്പിലാവ് മസ്ജിദ് റഹ്മ മഹല് ഇമാം അബ്ദുൾ കരീമിൻ്റെ മാതാവ് വെളിയങ്കോട് കൊളത്തേരി പരേതനായ ആലുവിൻ്റെ ഭാര്യ സൈനബ നിര്യാതയായി. 85 വയസ്സായിരുന്നു. ഖബറടക്കം കോടഞ്ചേരി പള്ളി ഖബർസ്ഥാനിൽ നടന്നു. അബു ഹുസൈൻ, ഹനീഫ, പരേതനായ കുഞ്ഞിമോൻ എന്നിവരും മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.